ഗാർഹിക പീഡനത്തിന് ഇരയായതിനു ശേഷം 2 പെൺമക്കളെയും കൊണ്ട് ട്രെയിനിന് മുമ്പിൽ ചാടി ആത്മഹത്യ ചെയ്ത ഷൈനിയെ നമ്മൾ ആരും മറന്നിട്ടുണ്ടാകില്ല അല്ലേ? ഷൈനി ഇപ്പോഴും നമുക്കുള്ളിൽ ഒരു നോവായി അവശേഷിക്കുകയാണ്. ഷൈനി ആത്മഹത്യ ചെയ്ത അതേ ഏറ്റുമാനൂരിൽ നിന്ന് മറ്റൊരു ഗാർഹിക പീഡനം വെളിപ്പെടുത്തൽ കൂടി വരികയാണ്. മദ്യത്തിന് അടിമയായ ഭർത്താവും ഭർത്തൃമാതാവും ക്രൂരമായി പീഡിപ്പിക്കുന്നതായി വെളിപ്പെടുത്തിയിരിക്കുകയാണ് 47കാരി. വീടിനുള്ളിലെ അക്രമത്തിന്റെ ദൃശ്യങ്ങൾ ന്യൂസ് 18 ലഭിച്ചിരിക്കുകയാണ്. 19കാരിയായ മകളെയും ഭർത്താവ് ജോമോൻ മർദ്ദിച്ചു. കോടതിയുടെ ഉത്തരവ് പ്രകാരം ഭർത്താവിന്റെ വസതിയിൽ കഴിയുമ്പോൾ ഭർത്തൃമാതാവ് മർദ്ദിച്ചു. കഴിഞ്ഞ ദിവസം നമ്മളെല്ലാം ഞടുക്കിയ ഒരു വാർത്തയായിരുന്നു ട്രെയിനിന് മുന്നിൽ ചാടിയ ഷൈനിയുടെയും മക്കളുടെയും മരണം. വളരെ വിഷമം തോന്നിയ ഒരു വാർത്തയാണ്. ഭർത്താവിന്റെ പീഡനം സഹിക്കാൻ വയ്യാതെ തൻ്റെ വീട്ടിൽ കുറച്ചു നാളായിട്ട് താമസിക്കുകയും പിന്നീട് നിൽക്കക്കള്ളിയില്ലാതെ ജീവിക്കാൻ ഒരു മാർഗവും ഇല്ലെന്ന് കണ്ടപ്പോൾ 2 പെൺമക്കളെയും കൂടെ ചേർത്ത് ട്രെയിനിൻ്റെ മുന്നിൽ കെട്ടിപ്പിടിച്ചിരുന്ന് ആത്മഹത്യ ചെയ്ത ഷൈനിയെ മക്കളെയും. ഏറ്റുമാനൂരാണ് സംഭവം. ഇപ്പോൾ ആ ഏറ്റുമാനൂര് അതേ ഒരു ഇതുപോലെ തന്നെ ഒരു തനി ആവർത്തനം എന്ന് പറഞ്ഞതുപോലെ അടുത്ത ഒരു സംഭവം അരങ്ങേറുകയാണ്. ഏതായാലും ആ സ്ത്രീ മരണപ്പെട്ടില്ല. ആ സ്ത്രീയുടെ എന്തോ ഭാഗ്യം കൊണ്ട് ഈ ഷൈനിയുടെ മരണവും അതേ ഒരു സംഭവം പോലെ തന്നെ ആ ഷൈനിക്കുണ്ടായ അനുഭവം പോലെ തന്നെയാണ് ഈ സ്ത്രീയും പറയുന്നത്. തൻ്റെ ഭർത്താവ് ജോമോൻ എന്ന് പറയുന്ന ഭർത്താവ് മദ്യപാനിയാണ്. മദ്യപിച്ച് കഴിഞ്ഞ ശേഷം ഇവർക്ക് 19 വയസ്സുള്ള ഒരു മകളുണ്ട്. ഈ സ്ത്രീക്ക് ഒരു 49 വയസ്സ് പ്രായമുണ്ട്. മദ്യപിച്ച് കഴിയുമ്പം വഴക്കായി. അതുപോലെ തന്നെ ഭർത്താവിൻ്റെ അമ്മ അവരും ഇവരുമായിട്ട് ചേരുകയില്ല. അവർ തമ്മിലും അമ്മായിയമ്മയും മരുമോളും തമ്മിലുള്ള പ്രശ്നം. അമ്മായിയമ്മ ഭയങ്കര പോര് തന്നെയാണ് ഈ സ്ത്രീയോട് കാണിക്കുന്നത്. പിന്നെ ഈ സ്ത്രീക്ക് ഈ ജോമോന് ലോൺ എടുത്തിട്ടുണ്ടായിരുന്നു. ലോൺ എടുത്തപ്പോൾ തൻ്റെ മാതാവിൽ നിന്നും സ്വർണ്ണമൊക്കെ മേടിച്ച് എന്തൊക്കെയോ ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് ഈ ലോൺ അടയ്ക്കാൻ വേണ്ടിയിട്ട് എടുക്കുകയൊക്കെ ചെയ്തു. പിന്നെ അടവ് മുടങ്ങി. അതിനെ തുടർന്ന് പ്രശ്നങ്ങളായി. ഈ മാതാവ് ഈ സ്ത്രീയോട് മരുമോളോട് ഫോൺ വിളിച്ച് പറയുകയും വഴക്കുണ്ടാകുകയും നിൻ്റെ സ്വർണം ഒക്കെ ഇരിപ്പുണ്ടല്ലോ, എൻ്റെ സ്വർണം മുഴുവനും നശിപ്പിച്ചു, നിനക്കെന്നാൽ അത് എടുത്തു തരണമെന്നില്ലേ, അവനോ കള്ളു കുടിച്ച് നടക്കുന്നു എന്ന് പറഞ്ഞ് നടക്കുന്നു, നിന്നിട്ട് നീ ഒന്നും കേട്ടിട്ടില്ലാത്ത രീതിയിലാണ് നീ മുമ്പോട്ട് പോകുന്നത്, എൻ്റെ മുതൽ തിരിച്ചു തരണം. പിന്നെ അതുപോലെ തന്നെ എൻ്റെ വസ്തുവകകളെല്ലാം എൻ്റെ മകളുടെ പേരിൽ കൊടുത്തിരിക്കുകയാണ്, നിനക്ക് ഇറങ്ങിപ്പോയിക്കൂടെ, ഒന്ന് ഇറങ്ങിത്താ, അല്ലെങ്കിൽ ഈ ഷൈനിയെ പോലെ തന്നെ പോയി ആത്മഹത്യ ചെയ്തുകൂടെ എന്നൊക്കെ പറഞ്ഞുള്ള പീഡനങ്ങളാണ് ഈ മാതാവും ഭർത്താവായ ജോമോനും നിരന്തരമായിട്ട് ശല്യം ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇവരുടെ സംസാരം ഇങ്ങനെയാണ്. അപ്പോൾ അവർ ചാനലിൽ സംസാരിക്കുന്നുണ്ട്, ഇതുപോലെയൊക്കെയാണ് കാര്യങ്ങൾ, തന്നോടും ആത്മഹത്യ ചെയ്യാനുള്ള പ്രേരണ, അങ്ങനെയാണ് ഇവരുടെ സംസാരത്തിൽ നിന്നൊക്കെ. ഈ ഏറ്റുമാനൂരിലുണ്ടായ ഷൈനിയുടെ മരണം അധികം നാൾ പോലും ആയിട്ടില്ല. എന്നിട്ടും ഇങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങളാണ് വീണ്ടും ആവർത്തിക്കുന്നത്. ഇവരൊക്കെ ഏത് നൂറ്റാണ്ടിൽ ജീവിക്കുന്ന മനുഷ്യരാണെന്നറിയത്തില്ല. ദിവസങ്ങളായിട്ട് ഇപ്പം 2025 തുടങ്ങിയപ്പം തൊട്ട് എല്ലാ ദിവസങ്ങളും ഇതുപോലെയുള്ള വാർത്തകൾ, മോശമായിട്ടുള്ള വാർത്തകളല്ലാതെ നല്ലൊരു വാർത്ത കേൾക്കാൻ പറ്റുന്നില്ല. നമുക്ക് ഈ വാർത്തയുടെ വിവരം എന്താണെന്ന് ഒന്ന് കേട്ടു നോക്കാം. ഞാനെ വിളിക്കാൻ കാരണം എന്നറിയാമോ? ഞാൻ അടച്ചില്ല. അത് പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. ഈ മാസം അടയ്ക്കാതിരിക്കാൻ പറ്റത്തില്ലല്ലോ. ലോൺ അടയ്ക്കാനല്ലേ നീ പോയത് തന്നെ അല്ലേ? നീ എന്നോടോ ജോമോനോടോ വൈരാഗ്യം പിടിച്ചിട്ട് ലോൺ അടയ്ക്കാതിരുന്നത് ശരിയല്ല. അല്ലെ നീ അതിനുള്ള പ്രതീക്ഷ. ജോമോൻ കള്ളു കുടിക്കുന്നെന്ന് പറഞ്ഞ് പിന്നെ ചെയ്യാനായിട്ടാ തല്ലിക്കൊല്ലാൻ പറ്റത്തില്ലല്ലോ നമുക്കിപ്പോ. എന്നും പറഞ്ഞ് ആ ലോൺ അടച്ചില്ലെങ്കിൽ അല്ലെ വീടും പറമ്പും വിറ്റിട്ട് ലോൺ അടയ്ക്കണം, എന്തെങ്കിലും ചെയ്യണം. നീ ലോൺ അടച്ച ആരോട് പിണങ്ങിയ ലോൺ അടയ്ക്കാൻ? എന്നോട് പിണങ്ങിയ? ഇത് ഈ അമ്മായിയമ്മയുടെ സംസാരമാണ്. ഒരു പെൺകുട്ടി അവരുടെ മകന്റെ ഭാര്യയാണ്, മകന്റെ കുട്ടിയുടെ അമ്മയാണ്. വേറൊരു വീട്ടിൽ നിന്നും വന്നു കഴിയുമ്പോൾ സ്വന്തം മകളായിട്ട് അംഗീകരിക്കാൻ അമ്മായിമ്മമാർക്ക് പൊതുവെ മരുമക്കളെ അംഗീകരിക്കാൻ പറ്റിയില്ല. കുറച്ച് നാൾ കഴിയുമ്പോൾ അവരുടെയൊക്കെ മുതലൊക്കെ എടുത്ത് കൈകാര്യം ചെയ്യുകയും നശിപ്പിച്ച് തീർക്കുകയൊക്കെ ചെയ്യും. മകൻ്റെ കയ്യിൽ വരുമാനവും ഇല്ലാത്ത ഒരു മകനും മോൾക്ക് ജോലി ഇല്ലാത്തതും കൂടിയാണെങ്കിൽ ഒട്ടും വീട്ടിൽ സമാധാനം കാണുകയില്ല. തൊട്ടതിനും പിടിച്ചതിനുമൊക്കെ പ്രശ്നങ്ങളായിരിക്കും. അതാണിപ്പം നടക്കുന്ന സംഭവങ്ങൾ. അല്ലെങ്കിൽ കുറച്ച് കഴിഞ്ഞ് കഴിയുമ്പം കുശുമ്പായി പോരായി
എന്നാൽ സ്വന്തം മകള് വേറൊരു വീട്ടിൽ ചെന്ന് കഴിയുമ്പോൾ അവർക്ക് നല്ലത് വരണമേ എന്ന് മാത്രമേ അമ്മമാർ ആഗ്രഹിക്കുള്ളൂ. തൻ്റെ മകൻ്റെ ഭാര്യ വീട്ടിലേക്ക് വന്നു കഴിയുമ്പോൾ അത് മരുമകളാണ്, അവർക്ക് സുഖങ്ങളൊന്നും വേണ്ട, അതിനൊക്കെ നിഷേധിച്ചിരിക്കുകയാണ്. അങ്ങനെ ഒരു ചില അമ്മായിമ്മമാരുണ്ട്, എല്ലാ അമ്മായിമ്മമാരും അല്ല, ഇവരൊക്കെ ആ ഒരു ഗണത്തിൽ പെടുത്തുന്നതാണ്. അവർ വീണ്ടും പ്രേരിപ്പിക്കുകയാണ് ആത്മഹത്യ ചെയ്യാനുള്ള ഒരു രീതിയിലാണ്, അല്ലെങ്കിൽ ഇറങ്ങിപ്പോയിക്കോളൂ എന്ന്. അപ്പോൾ മകനും ഈ സ്ത്രീയും കൂടെ ഒന്നിച്ച് ജീവിച്ചാൽ മതി. മരുമോളും മകൻ്റെ കുട്ടിയും ഒരു ബാധ്യതയാണ്. അല്ലെങ്കിൽ അങ്ങനെ ഒരു അമ്മമാരും തൻ്റെ മകന് കള്ളുകുടിയനാണ്, ആ മകൻ്റെ ഭാര്യയാണ്, അവൾ ഇത്രയും കാലം സഹിച്ച് ജീവിക്കുന്നുണ്ട്, എന്നാൽ ആ മകൻ്റെ ഭാഗത്തു നിന്നുണ്ടായ തെറ്റാണ്, അതിന് ഈ വന്നു കയറിയ പെൺകുട്ടീനെ പറയേണ്ട യാതൊരു കാര്യമില്ല. എന്നിട്ട് മുഴുവനും ബാധ്യത മുഴുവനും ആ വന്നു കയറിയ സ്ത്രീയുടെ തലയിലേക്ക് വെച്ചു കൊടുക്കുകയാണ് ഈ അമ്മായിയമ്മ എന്ന് പറയുന്ന സ്ത്രീ. അങ്ങനെയാണ് അതിൽ നിന്ന് വ്യക്തമാകുന്നത്. ജോമോൻ ലോൺ എടുത്തതാണ്, അത് അടവും അവൻ്റെ കള്ളുകുടി കാരണം അടവൊന്നും നടക്കുന്നില്ല കറക്റ്റായിട്ട്, അതുകൊണ്ട് നീ അടയ്ക്കിച്ച് തീർക്ക്, അല്ലെങ്കിൽ നീ ഈ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോവും, അങ്ങനെയാണ് അവർ പറയുന്നത്. ശരിക്കും ഇവർക്കെതിരെ കേസ് കൊടുക്കുക തന്നെ ചെയ്യണം. ഇങ്ങനെയുള്ള ഒരു പീഡനം സഹിക്കേണ്ടി വരുന്ന ആ സ്ത്രീയുടെ അവസ്ഥ എന്താണെന്ന് അവർ ചിന്തിക്കുന്നില്ല. ചിലപ്പോൾ ആ ഒരു ദുർബല നിമിഷത്തിൽ ഷൈനിയെ പോലെ ചിലപ്പം ആ കുട്ടിയുമായിട്ട് എന്തേലും റെയിൽവേ ട്രാക്കിലോ അല്ലെങ്കിൽ എങ്ങനെയും ആത്മഹത്യ ചെയ്ത് മരണപ്പെട്ടു പോകും. വീണ്ടും ഇങ്ങനെ ഒരു ഷൈനിയെ ആവർത്തിക്കരുതെന്നാണ് നമ്മളെല്ലാം ചിന്തിക്കുന്നത്. ഇപ്പോഴും ഷൈനിയുടെ നീതിക്ക് വേണ്ടിയിട്ടാണ് എല്ലാവരും സംസാരിക്കുന്നത്. അപ്പോഴാണ് ഈ അടുത്ത ഒരു ഷൈനിയെ ഉണ്ടാകാൻ വേണ്ടിയിട്ട് ഇടവരുത്തുന്ന രീതിയിലുള്ള ഇങ്ങനെയുള്ള സംഭവങ്ങൾ പറയുന്നത്. അപ്പോൾ ഇത് വെളിച്ചത്ത് വന്നപ്പോഴത്തേക്കിന്, ഈ ന്യൂസ് വെളിച്ചത്ത് വന്നപ്പോഴത്തേക്കിന് തക്കതായ ശിക്ഷകളും നടപടികളും എടുക്കുക തന്നെ ചെയ്യണം. അല്ലെങ്കിൽ നാളെ ഈ അമ്മയുടെയും മകളുടെയും അവസ്ഥ ഇതുപോലെ തന്നെയായിരിക്കും. നമ്മൾ ഷൈനിയുടെ വാർത്ത കേട്ടപ്പോൾ നമുക്ക് ഒരുപാട് വിഷമം തോന്നിയതാണ്. ഒന്നും ഒരു ജീവിതത്തിലേക്കൊന്നും ആകാത്ത ഒരു രണ്ട് പെൺകുഞ്ഞുങ്ങളെ അവരത്രത്തോളം സഹിച്ചു, അവർക്ക് സഹി കേട്ടു. ജീവിക്കാൻ യാതൊരു മാർഗവുമില്ല. വീട്ടിൽ ചെല്ലുമ്പോൾ, ഭർത്താവിൻ്റെ വീട്ടിൽ ചെല്ലുമ്പോൾ ഇതുപോലുള്ള പീഡനങ്ങളും മർദ്ദനങ്ങളും മാത്രമാണ് ആ സ്ത്രീക്കുള്ളത്. പിന്നെ സ്വന്തം കാലിൽ നിൽക്കാവുന്ന ഒരു ജോലിക്ക് വേണ്ടിയിട്ട് നോക്കിയപ്പോൾ എല്ലായിടത്തു നിന്നും തന്നെ ഒഴിവാക്കി വിടുന്നു. അങ്ങനെ വന്നപ്പോൾ തൻ്റെ മക്കളും താൻ പോയി കഴിയുമ്പോൾ തൻ്റെ മക്കളും ഇതുപോലൊക്കെ തന്നെ അനുഭവിക്കേണ്ടി വരും എന്നോ കരുതിയപ്പോൾ ആ രണ്ട് മക്കളെയും ചേർത്ത് പിടിച്ച് ആ അമ്മ ആത്മഹത്യ ചെയ്യുകയാണ് ചെയ്തത് ട്രെയിനിൻ്റെ മുന്നിൽ. എന്തുമാത്രം സഹിച്ചിട്ടായിരിക്കാം അവരെ ഇങ്ങനെ ഒരു തീരുമാനത്തിലേക്ക് പോയത്. എന്നാൽ ആ രണ്ട് കുഞ്ഞുങ്ങൾക്ക് പോലും ആ ഒരു നിമിഷം ട്രെയിൻ വന്നപ്പോൾ ആ ട്രെയിനിൻ്റെ ചൂളം വിളി കേട്ടപ്പോൾ ഒന്ന് മാറണമെന്ന് പോലും തോന്നാതിരിക്കണമെങ്കിൽ അവരത്രമേൽ സഹിച്ചിട്ടുണ്ടായിരിക്കാം. അല്ലെങ്കിൽ ഒരിക്കലും അങ്ങനെ വരികയില്ല. ഓരോ ആണുങ്ങളും കല്യാണം കഴിച്ചു കഴിയുമ്പോൾ അവരുടെ മുതൽ സാമ്പത്തികമൊക്കെ നോക്കി ആ ഒരു സമയത്ത് കല്യാണം കഴിച്ചു കഴിയും. പിന്നെ കുറച്ച് കഴിഞ്ഞ് കഴിയുമ്പം ഇവരൊക്കെ അവരെ പുറമ്പോക്കായിട്ട് തൻ്റെ ആവശ്യങ്ങളെല്ലാം കഴിഞ്ഞു കഴിയുമ്പോൾ പുറമ്പോക്കായി കാണുന്ന ഒരു ആണുങ്ങളുടെ ഒരു ചില ആണുങ്ങളുടെ, എല്ലാവരുടെയും അല്ല, ചില ആണുങ്ങളുടെ സ്വഭാവമാണത്. അപ്പം ഇങ്ങനെ ഇതുപോലെ പ്രവൃത്തി ചെയ്യുന്ന ഈ കാട്ടാളന്മാർക്കെതിരെ ശക്തമായിട്ട് പോരാടണം. ഒരു സ്ത്രീയെ സംബന്ധിച്ച് സ്വന്തം കാലിൽ നിൽക്കാൻ ഒരു വരുമാനം ഇല്ലാതാകുമ്പോഴാണ് ഇങ്ങനെയുള്ള ഈ പീഡനങ്ങളൊക്കെ സഹിക്കേണ്ടി വരുന്നത്. ഇങ്ങനെയുള്ളവന്മാരെ കൂടെ മുമ്പോട്ട് ജീവിക്കുന്നതിലും ഭേദം ഇറങ്ങിപ്പോയി സ്വന്തം കാലിൽ നിൽക്കാനുള്ള ഒരു വരുമാനം തേടിയെത്തി ജീവിച്ച് കാണിക്കുക തന്നെയാണ് ചെയ്യേണ്ടത്. അല്ലാതെ ഇവൻ്റെ കൂട്ടത്തിലൊക്കെ ജീവിച്ച് ജീവിത അവസാനം മുഴുവനും മർദ്ദനവും കണ്ണുനീരുമായിട്ട് കിടക്കുന്നതിലും ഭേദം ഉള്ള ഇത് മതി. ഒരുപാട് സുഖത്തിലൊന്നും ജീവിക്കാൻ പറ്റിയില്ലെങ്കിലും അവനവന് സ്വസ്ഥമായിട്ട് കിടക്കാൻ പറ്റിയ ഒരു ഇടം, സ്വസ്ഥമായിട്ട് ഭക്ഷണം കഴിച്ച് കിടന്നുറങ്ങാവുന്ന ഒരു അവസ്ഥ ഉണ്ടാകുന്ന ഒരു സ്വന്തമായിട്ടൊരു തൊഴിൽ എന്തെങ്കിലും നോക്കി സ്വന്തം കാലിൽ നിൽക്കണം. അല്ലാതെ ആത്മഹത്യ എന്ന് പറയുന്നത് ഒരു പോംവഴിയാകുകയില്ല. അതുകൊണ്ട് നമ്മുടെ ജീവിതം നശിച്ചു പോയി, നമ്മുടെ മാതാപിതാക്കൾക്ക് പോയി. പക്ഷെ ആ നീചന് വീണ്ടും കുറച്ച് കാലം കഴിയുമ്പോൾ എല്ലാവരും മറന്നു കഴിയുമ്പോൾ അവൻ വേറെ കല്യാണം കഴിക്കുകയും അവൻ സുഖമായിട്ട് ജീവിക്കുകയും ചെയ്യും. നമുക്കാണ് പോയത്, നമ്മുടെ മാതാപിതാക്കൾക്കാണ് പോകുന്നത്. അങ്ങനെ ആരും അത് ചിന്തിക്കുന്നില്ല. അതുകൊണ്ട് സ്വന്തം കാലിൽ നിൽക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെയൊക്കെ ഉള്ളവന്മാരുടെ കൂട്ടത്തിൽ ജീവിക്കുന്നതിനും ഭേദം ജീവിക്കണ്ട എന്ന് കരുതി മരണത്തിലേക്ക് പോകാതെ ഇവനൊന്നും ഇല്ലെങ്കിലും തനിക്ക് ജീവിക്കാൻ പറ്റുമെന്നുള്ള ധൈര്യത്തോടു കൂടി മുമ്പോട്ട് പോവുകയാണെങ്കിൽ
യാതൊരു പ്രശ്നങ്ങളും ഉണ്ടാകുകയില്ല. അതുപോലെ തനിക്ക് വന്ന പീഡനങ്ങൾക്കെതിരായിട്ട് ശക്തമായിട്ട് പോരാടുകയും ചെയ്യണമെന്നാണ് എൻ്റെ അഭിപ്രായം.